താനിങ്ങനെ എഫെസോസിലെത്തി. താൻ എഫെസോസിലെത്തി നിൽക്കുമ്പോൾ ഒരു 12 ശിഷ്യന്മാരിങ്ങനെ കടന്നു വരും. അവര് ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരുടെയെങ്കിലും ശിഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഗാന്ധിയന്മാർ എന്ന് പറയുന്നൊരു സംഭവം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഗാന്ധിയെ കണ്ടിട്ടുണ്ടോ? അല്ല, ജീവനോടെ കണ്ടിട്ടില്ല. നിങ്ങൾ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്, ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടിയൊക്കെ വളരെ അധ്വാനിച്ച ഒരാളെ കേട്ടിട്ടുണ്ടല്ലോ. ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നോട്ടിലൊക്കെ അദ്ദേഹത്തിന്റെ തലയുണ്ടല്ലേ. അതിനി മോദി മാറ്റുമോ എന്നുള്ളതാ പേടി, അതും മാറ്റുമോ എന്നുള്ളതാ പേടി. പുള്ളി പലതും ഇങ്ങനെ മാറ്റി വരുവാണല്ലോ. ആമേൻ. അപ്പോ ഗാന്ധിയെ അറിയാം. ഗാന്ധിയെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ ഗാന്ധിയന്മാർ എന്ന പേരിൽ കേരളത്തിലുണ്ടെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. എങ്കിൽ അറിഞ്ഞോ? അങ്ങനെ കുറച്ച് ആൾക്കാർ അവരുടെ വസ്ത്രമൊക്കെ കതിർ വസ്ത്രമൊക്കെ ധരിച്ച് അതുപോലെയൊക്കെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കാണാം, ഗാന്ധിയെ ഫോളോ ചെയ്യുന്നു. ഇപ്പൊ ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനെ പോലെയാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇവിടെ 12 ശിഷ്യന്മാരെയാണ് പൗലോസ് കണ്ടത്. അത് യേശുവിന്റെ ശിഷ്യന്മാരല്ല, അവർ യോഹന്നാന്റെ ശിഷ്യന്മാരാണ്. ആമേൻ. അപ്പം ശിഷ്യന്മാർക്ക് വ്യത്യസ്തമായ വേഷവിധാനങ്ങളുണ്ട്. ശിഷ്യന്മാരുടെ സംസാരങ്ങൾക്ക് വ്യത്യസ്തമാണ്. വളരെ സൈലന്റ് ആയിട്ടുള്ള ശിഷ്യന്മാരാണ്. യോഹന്നാന്റെ ശിഷ്യന്മാരാണ് വളരെ സൈലന്റ് ആയിട്ടുള്ള ശിഷ്യന്മാരാണ്. വലിയ ഗുണവും ഗുണമൊന്നുമില്ല, ആർക്കും ദോഷമൊന്നും ഇല്ലാത്ത പാവങ്ങളാണ്. അവരുടെ കാര്യം നോക്കി ജീവിക്കുന്ന യോഹന്നാൻ. പുള്ളി അങ്ങനെയാണല്ലോ കാര്യം ചെയ്തു. ഒരു പിന്തുടർച്ചയില്ല, ശുശ്രൂഷയ്ക്ക് ഒരു പിന്തുടർച്ചയില്ല. കാര്യം പുള്ളി ഒരു വഴിയൊരുക്കാനായിട്ട് വന്ന ആളാണ്. പുള്ളി ശുശ്രൂഷ അവിടെ തീരുകയാണ്, വേറൊരാൾ ഉദയം ചെയ്തു. അതുവരെയുള്ള പുള്ളിയുടെ റോൾ അവിടെ തീരുകയാണ് പുള്ളിയുടെ. അപ്പൊ പാവപ്പെട്ട ഒരു 12 ശിഷ്യന്മാർ പൗലോസ് കണ്ടെത്തിയതാണ് എഫെസോസിൽ വെച്ച്. ഇവരിങ്ങനെ 12 പേര് ശാന്തമായിട്ട് ഇങ്ങനെ വരും. അപ്പൊ അവര് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ? ചോദ്യം ചോദിക്കുക. ഒറ്റ ചോദ്യം ചോദിക്കുക. നിങ്ങളെ കൊണ്ട് ദൈവത്തിന് വല്ല പ്രയോജനമുണ്ടോ? കറക്റ്റ് ചോദ്യമാണ്. നീ ഒരു തീയായി മാറിയിട്ടുണ്ടോ ചോദിക്കുന്നു. നീ ഒരു തീയായിട്ട് മാറി. ഇത് അപ്പസ്തലനായ പത്രോസിനോട് പറഞ്ഞു. പുനരുത്ഥാനം ചെയ്ത യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകും. നിങ്ങൾ അവിടെ കൂടിയിരിക്കണം. കാരണം നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിന്റെ വാഗ്ദാനം പ്രാപിക്കണം. ഇതൊക്കെ മാറും പത്രോസേ. എന്തോ ഇതൊക്കെ മാറും എന്ന് പറഞ്ഞു. ഇതൊക്കെ മാറും പത്രോസേ, ഇതൊക്കെ മാറും. നീ തള്ളിപ്പറഞ്ഞതും, നീ ഭയപ്പെടുന്നതും, നീ പേടിച്ച് വിറച്ചു പോകുന്നതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ മാറും. ഇതൊക്കെ മാറ്റുവാൻ കഴിയുന്ന ഒരു ശക്തി വരും. അപ്പൊ ഇതൊക്കെ മാറും. നീ കരുത്തനായിട്ട് മാറും. നീ എന്ത് ചെയ്യരുത്, നീ ഇവിടുന്ന് മാറിപ്പോകരുത്. ഇവിടെ നീ മാത്രമല്ല, എല്ലാവരും ഇവിടെ കൂടിയിരിക്കണം. പ്രവൃത്തി ഒന്നിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങൾ എല്ലാവരും ശക്തരാകും. ഈ അവസ്ഥയ്ക്ക് എല്ലാം മാറ്റം വരും. ഈ ഭീതി മാറും, ഈ ഭയം മാറും, നീ കരുത്തനായിട്ട് മാറും. നീ മുഖാന്തരം ആയിരക്കണക്കിന് പേര് സ്നാനമേറ്റ് ദൈവസഭയുടെ ഭാഗമായിട്ട് മാറും. ആമേൻ. അവർ കാത്തിരുന്നു, കരുത്തരായി മാറി, തീയായിട്ട് പടരുകയാണ്. ഇസ്രായേലിൽ തീ പടരുകയാ. ജനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ വൻകാര്യങ്ങളുടെ ഇടയിൽ നടക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും അസാധാരണമായ വീര്യപ്രവൃത്തികൾ നീഴല് വരെ തട്ടുമ്പോൾ സൗഖ്യമാവുകയാണ്. ഇത് പടർന്നു പിടിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായമായി പൗലോസ് പ്രദേശം കണ്ടിരിക്കുന്നു. ഇതാ 12 ശിഷ്യന്മാരെ കാണും. യോഹന്നാന്റെ ശിഷ്യന്മാരെ വലിയ ഗുണമൊന്നുമില്ലാത്തവരാണ്. പൗലോസ് സൂചിപ്പിക്കുക, നിങ്ങൾ കരുത്തരായി മാറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് വെളിപ്പാടുണ്ടോ? ദർശനമുണ്ടോ? ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാണ്. അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുക, ഓപ്പണായിട്ട് ചോദിക്കുക. എന്നെ വളരെ അത്ഭുതപ്പെടുന്ന ചോദ്യങ്ങളാണ്. അവരുടെ മറുപടി നിഷ്കളങ്കമായിട്ട് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല പാസ്റ്റർ. ഞങ്ങളോട് ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല. യോർദാൻ നദിയിൽ മുങ്ങി പാപങ്ങൾക്ക് പരിഹാരം വരുത്തി യോഹന്നാനോട് ചേരാനായിരുന്നു ഉപദേശം. ഞങ്ങൾ അതുപോലെ ചെയ്തു. തുടർന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെ ആരും അതിലേക്ക് വഴി നടത്തിയിട്ടുമില്ല. പൗലോസ് പറയുകയാണ്, അതെ, യേശു കർത്താവിന് വഴിയൊരുക്കാനായിട്ട് വന്നയാളാണ് യോഹന്നാൻ സ്നാനപ്പെടുത്തിയിട്ട് യോഹന്നാൻ മറ്റൊരു വാക്ക് പറഞ്ഞു, എന്റെ പിന്നാലെ വേറൊരാൾ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. ഞാൻ വഴിയൊരുക്കുവാൻ വന്നതാണ്. ഞാൻ കുറയും, ഞാൻ ഇല്ലാതെയായിത്തീരും, അവൻ വളരും, അവനിൽ വിശ്വസിക്കണമെന്ന് കർത്താവ് പറഞ്ഞു എന്ന് യോഹന്നാൻ പറഞ്ഞു എന്ന് പൗലോസ് ഇവരോട് പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെ 12 പേരെയും ആമേൻ പൗലോസ് സ്നാനമേൽപ്പിക്കും. ഞാനിപ്പോൾ ഒരു കാര്യം പറയുന്നത്, നമ്മൾ വളരെ സ്നാനത്തിനൊക്കെ വ്യക്തമായ കാഴ്ചപ്പാട് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇന്ന്
ഏതൊക്കെ വിധത്തിലാണ് സ്നാനങ്ങൾ നടക്കുന്നത്? സ്നാനം കഴിഞ്ഞാൽ അടുത്ത പടി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അങ്ങനെയുള്ള സ്നാനം മാത്രമേ ഏൽക്കാവുന്ന എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ ബ്രദറൻ സഭയിൽ പോലും രക്ഷിക്കപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്രദറൻ സഭയിൽ സ്നാനപ്പെട്ട് വരുന്നവർ നമ്മൾ എന്ത് ചെയ്യണം? അത് അസാധുവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ബ്രദറൻ സഭയിൽ പരിശുദ്ധാത്മാവില്ല. പരിശുദ്ധാത്മാവില്ലാത്ത സ്നാനത്തെ എന്ത് ചെയ്യണം? അത് അസാധുവാക്കിയിട്ട് അവനെ വീണ്ടും സ്നാനപ്പെടുത്തി ആത്മാവിലേക്ക് നയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ആയിട്ട് പറയാം, പുറത്താണെങ്കിൽ കട്ട് ചെയ്തിട്ട് നാളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പുതിയൊരു ദുരുപദേശം വന്നിരിക്കുന്നു എന്നൊക്കെ പറയാം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. കാരണം യോഹന്നാന്റെ സ്നാനത്തെ പൗലോസ് അങ്ങനെ ചെയ്തത്. വീണ്ടും സ്നാനപ്പെടുത്തുന്നു പറയുമ്പോൾ മറ്റേ സ്നാനം ഏതുമില്ലെന്ന് അതിന്റെ അർത്ഥം. അത് വെറും മാനസാന്തര സ്നാനം മാത്രമാണ്. അതിനെ അസാധുവാക്കി തള്ളിക്കളഞ്ഞ പറയുന്നത് ഇവിടെ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയത് വന്നിരിക്കുന്നു. അത് വന്നിട്ട് ഒരു സ്നാനം പറ്റും. തീ വളരുകയാണ്, കത്തി അല്ലെ, 12 പേരും കത്തി. എങ്ങനെ ഇരുന്നവരാ? ഉണങ്ങി ശുഷ്കിച്ച് ശോഷിച്ച് ഇരുന്ന പുള്ളികളാണ്. ഇവരെങ്ങനെ മടങ്ങിപ്പോയത്? ഇവര് തീയായി കൊടുങ്കാറ്റായിട്ടാണ് മടങ്ങിപ്പോയതല്ലേ? ഇവര് 12 പേര് കൊടുങ്കാറ്റായിട്ട് മടങ്ങിപ്പോവാ. ദൂരം പറഞ്ഞ് പ്രവചിച്ച് ആത്മാവിൽ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ 12 ശിഷ്യന്മാരെ ക്രിസ്തുവിലേക്ക് മടങ്ങി. നമ്മുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം അതാകട്ടെ. വെറും ഇങ്ങനെ ചത്തവന്നുകോസാരായിട്ട് ചത്തുകുത്തിയിരിക്കാനല്ല, വ്യത്യസ്തരായിട്ട്. ഞാൻ എന്നും പറയുന്നത് പോലെ കർത്താവിന് ചില ആൾക്കാരെ ആവശ്യമുണ്ട്. വ്യത്യസ്തരായ ആൾക്കാർ ദൈവത്തിന് ആവശ്യമാണ്. വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ ആവശ്യമാണ്. ഇന്ന് രാത്രി ഇനി കൂടുതൽ ദിവസങ്ങളൊന്നുമില്ല. അതിൻ്റെ ലഭ്യമാകുന്ന നിമിഷങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാരംഭത്തിൽ ഇത്രയും പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങൾ നമ്മുടെ ആ ക്ലോക്ക് അല്പം മുന്നോട്ടാണെങ്കിൽ അല്പം പുറമോട്ടാണ് എങ്കിലും കുഴപ്പമില്ല. അതിന് നോക്കി പോയാൽ മതി. കൂടുതൽ പുറമോട്ട് അല്ലെങ്കിൽ 6-7 മിനിറ്റ്, കുറച്ച് മിനിറ്റ് അങ്ങോട്ട് പുറമോട്ട് അല്ലേ? 4 മിനിറ്റ് പുറമോട്ട്, 4-5 മിനിറ്റ് പുറമോട്ട് അങ്ങനെ കുഴപ്പമില്ല. തൽക്കാലം അത് നോക്കി പോയാൽ മതി. നമ്മുടെ 1/2 മണിക്കൂർ സമയം കർത്താവ് ദാസിന് വേണ്ടി സമയം വേർതിരിക്കുകയാണ്. കർത്താവ് ദാസ് കർത്താദാസൻ പാസ്റ്റർ രാകേഷ് കർത്താവദാസൻ പാസ്റ്റർ രാകേഷ് അതിലുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഇടയായി. സന്തോഷമുണ്ട്. കർത്താവ് ഓരോ ഏതൊക്കെ മേഖല കർത്താവ് ഓരോരുത്തരും വിളിച്ച് കർത്താവിൻ്റെ മോശമുള്ള ഏരിയയിൽ സെപ്പറേറ്റ് ആക്കി കർത്താവ് വെച്ചിരുന്നുണ്ടോ. ആമേൻ. തൻ്റെ ദാസന്റെ സാക്ഷ്യവും വചനങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ സൂക്ഷിക്കാൻ കർത്താവ് ദാസനെ ക്ഷണിക്കുന്നു. കലങ്ങളടിച്ച് കർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രി പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് കുടുംബമായി കൂടുവാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് സാവകാശോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ 2024 വർഷം മാർച്ച് മാസം 22-ാം തീയതി വെള്ളിയാഴ്ച രാത്രി ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു ഭവനത്തിൽ ആയിരിക്കാൻ കർത്താവ് നമ്മോട് കാണിക്കുന്ന കരുണയും ദയോർത്ത് വിശ്വസ്യോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമ്മളെ അയക്കുന്ന സ്ഥാനത്ത് വഹിച്ചതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. മോശ ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യത്തിൽ 40 ലക്ഷം ജനത്തെ നോക്കിക്കൊണ്ട് അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരു അപ്പൻ ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്നത് പോലെ ഈ കഴിഞ്ഞ 40 വർഷം 40 ലക്ഷം ജനത്തെ സ്തോത്രം സർവശക്തനായ ദൈവം നിങ്ങളെ വഹിച്ചത് സ്തോത്രം നിങ്ങളെ ഇന്നയോളം ഇവിടം വരെ നടത്തിയത് നിങ്ങൾ കണ്ടു. സ്തോത്രം അവർ കാണുക അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്ത ഒരു ദൈവത്തെ സ്തോത്രം അതേ മോശ അവർക്ക് അത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആവർത്തന പുസ്തകം. സ്തോത്രം. അതുകൊണ്ട് ആവർത്തന വിരസതമൊക്കെ പലപ്പോഴും ഞങ്ങൾ പാസ്റ്റർമാർ പറയാറുണ്ടെങ്കിലും ഞാൻ സ്തോത്രം ഒരിക്കലും പറയാറുമില്ല. കാരണം നമ്മുടെ പുസ്തകം ഉണ്ട്. സ്തോത്രം. അപ്പോൾ എത്ര ആവർത്തിച്ചാലും പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ മഹത്വമായാലും അത് ചിലപ്പോൾ സാക്ഷ്യമായാലും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ വർദ്ധനയ്ക്ക് അത് കാരണമാക്കി തീർക്കുന്ന കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. ഇവിടെ ഈ ദേശത്ത് സ്തോത്രം മുഴുരാത്രി പ്രാർത്ഥനയിൽ മുഴുരാത്രി ഇല്ല എന്നാലും രാത്രി പ്രാർത്ഥനയിൽ സ്തോത്രം ഞങ്ങൾക്കിങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളോട് കരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വലിയ ചില നാൾക്ക് ശേഷം ഞങ്ങൾ കഴിഞ്ഞ വർഷം തൃശ്ശൂരിലായിരുന്നപ്പോൾ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സ്തോത്രം അതും ചില വർഷങ്ങൾ ശേഷം കോവിഡിന് ശേഷം ആദ്യമായിട്ടാണ് അങ്ങനെ കൂട്ടായ്മ ലഭിച്ചത്. അവിടെ ഇരിപ്പം കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനൊരു അനുഭവം
ലഭിച്ചോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. തൃശ്ശൂരിൽ ഇരുന്നത് 9 മണി തൊട്ട് 7 മണി തൊട്ട് സ്തോത്രം 5 മണിയാണ് പറഞ്ഞത്. പക്ഷേ എല്ലാവരും ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 2 മണിയായപ്പോൾ ആദ്യത്തെ മാസം നിർത്തി. കാരണം അവർ ആദ്യമായിട്ടാണ് വെക്കുന്നത്. അതിന് 2 മണി വരെ പോയി സ്തോത്രം. അപ്പോൾ അല്ലെങ്കിൽ രണ്ടാമത്തെ മാസം 3 മണി വരെ പോയി. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഞങ്ങൾ ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. രോഗികളുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്, HMI എന്ന് പറയും. അത് ഇവിടെയും അതിന് സെല്ലുണ്ട്. സോ അതിൻ്റെ പ്രവർത്തനം കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ആവശ്യം ഞങ്ങൾ ആലുവയിൽ ഇരുന്നപ്പോൾ സ്തോത്ര അതിൻ്റെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കർത്താവ് കൃപയാൽ സഹായിച്ചോത്ത് സ്തോത്രം ചെയ്യുന്ന അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു പൊതുവെ എല്ലാവരും കൂടി പെന്തക്കോസ്തിലെ എല്ലാ സഭകൾക്കാർ സഭ വ്യത്യാസം ഇല്ലാതെ പാസ്റ്റർമാർ കൂടി വന്ന് മാസത്തിൽ 1 രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും രോഗികളെ പോയി കാണുകയും ഞങ്ങളെടുക്കുന്ന സ്തോത്ര കാഴ്ചയിൽ അത് പോയി സഹായിക്കാറുണ്ട്. സർക്കാർ ആശുപത്രിയിൽ പോയി രോഗികളെ കണ്ട് ട്രാക്ട് കൊടുക്കും, സുവിശേഷം പറയും. സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവരെ അവർക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥിക്കുകയും സ്നാനപ്പെട്ട അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. സ്തോത്രം. അതോർത്താൻ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്നു. അങ്ങനെ അതിന് പേരിൽ എൻ്റെതായ പേരോ അല്ലെങ്കിൽ ഷാരോൻ്റെ അല്ലെങ്കിൽ IPSയുടെ പേര് പോകുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു പൊതു ജീവകാരുണ്യ പ്രവർത്തനം ആയതുകൊണ്ട് അത് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അപ്പോൾ അത് എല്ലാ പാസ്റ്റർമാരെയും കൂട്ടി വരുത്തി അങ്ങനെ പല സഭകളിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ പ്രാർത്ഥനകൾ വെക്കുവായിരുന്നു. അത് ഈ പറയുന്ന രാത്രി 8 മണി 9 മണി സമയം എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയും. സ്തോത്രം. ഇവിടെ ഭക്ഷണമില്ല, നിങ്ങളെല്ലാം ഇവിടെ ഭക്ഷണമുണ്ട്, കന്യാന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതും ബലമാണ്. സ്തോത്രം. അല്ലേ, ഹല്ലേലൂയ. അപ്പോൾ അവിടെ പറയും, കാരണം പിന്നെ അതിന് വേണ്ടി ഒരുക്കങ്ങളും ഭക്ഷണങ്ങളും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിച്ചിട്ട് വന്നാൽ മതി. അല്പം ലേറ്റ് ആയാലും കുഴപ്പമില്ല. 9 മണിയാണ് സ്റ്റാർട്ടിങ്. 9 മണി തൊട്ട് വെളുപ്പിന് 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. ക്ഷീണമുണ്ട്, കാരണം മനുഷ്യനാണ്. പക്ഷെ കർത്താവിന് ഒരു താല്പര്യം ഉള്ളത്, കർത്താവിന് ആഗ്രഹമുള്ളത്, പകൽ മുഴുവനും എൻ്റെ ദാസിയോ ദാസനോ ആയിക്കോട്ടെ, അല്ല എൻ്റെ മകനോ മകളോ, വിശ്വാസികൾ മകനോ മകളോ, ഹല്ലേലൂയ, അവർ സുവിശേഷ വേലക്കാർ വേല ചെയ്തിട്ടും, ഹല്ലേലൂയ, ജോലിക്കാർ ജോലി ചെയ്തിട്ടും, കുഞ്ഞുങ്ങൾ പഠിച്ചിട്ടും സ്കൂളിലും കോളേജിലും പോകുന്നവർ അതിലും പോയിട്ട് ആണല്ലോ അവർക്കൊരു മനസ്സ്. അതേ രാത്രി അല്പസമയമെങ്കിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ അവർ കാണിക്കുന്ന മനസ്സിനെ ഓർത്ത് ആ മനസ്സാണ് ദൈവം കാണുന്നത്. കാരണം അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പേര് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ക്ഷീണങ്ങൾ കർത്താവിന് വിഷയമല്ല. ഉറക്കം തൂങ്ങി വീഴാതിരുന്നാൽ മതി. സ്വന്തം ഉറക്കം തൂങ്ങിയാൽ പ്രശ്നമില്ല. സ്തോത്രം. അപ്പോൾ ഉറക്കം തൂങ്ങിയ ദൈവത്തിന് വിഷയം. കാരണം എന്താണ്, നമ്മൾ സമയങ്ങൾ മാറ്റി വെച്ച്. അതുകൊണ്ട് പലപ്പോഴും ആ സമയങ്ങളൊക്കെ എപ്പോഴും പോകുന്ന സഭകളെല്ലാം ഞാൻ ദൈവമക്കളെ അല്ലെങ്കിൽ സഭകളെ ഉദ്യമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ പറയാറുണ്ട്, ഈ മൊബൈൽ ഫോണിലുണ്ട് നമുക്ക് പണ്ടത്തെ പോലെ ഒരു ക്ലോക്ക് ആണെങ്കിൽ ക്ലോക്കിൽ ഒരു സമയം മാത്രമേ അലാം വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സാധനങ്ങളിലോട്ട് 10-20 വെക്കാം. സ്മാർട്ട് ഫോണിൽ എത്ര വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ സമയം വെക്കണം. എത്ര സ്തോത്രം. രാത്രി സമയമാകുമ്പോൾ ആരംഭങ്ങൾ, യാത്രയുടെ സമയങ്ങൾ 1 മണി തൊട്ട് ഉള്ള സമയങ്ങൾ നിങ്ങൾ വേർതിരിക്കണം. അരമണിക്കൂർ, ആദ്യത്തെ ദിവസങ്ങൾ അരമണിക്കൂർ വെക്കണം. 1 മണിക്ക് വെച്ചു, ഒരു അരമണിക്കൂർ എങ്കിലും ശ്രമിക്കണം. പക്ഷേ 6 മണിക്കൂർ 1 മണിക്ക് അലാം അടിച്ചു, ഉറക്കക്ഷീണമാണല്ലോ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഓഫ് ചെയ്യും. വീണ്ടും അത് സ്നൂസിന് സമയം 5 മിനിറ്റ് വീണ്ടും അടിക്കും, വീണ്ടും നമ്മൾ ഓഫ് ചെയ്യും. അപ്പോൾ പിന്നെ പെട്ടെന്ന് 3-ാമത് നമ്മുടെ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തും, എന്താ നീ ഇത് വെച്ചത് എന്തിനു വേണ്ടിയാണ്? ജോലിക്ക് പോകാൻ വേണ്ടിയല്ല, കുറച്ച് നേരം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ എണീറ്റ് കുറച്ച് നേരം ഇരുന്ന് വെള്ളമൊക്കെ മുഖമൊക്കെ കഴുകി വന്നിരുന്ന് സ്തോത്രം 5 മിനിറ്റ് സ്തോത്രം ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഉറക്കം വരും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമ്മൾ ഉറക്കം തൂങ്ങി ഒന്ന് കിടന്ന് എങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്ന് സമയം പോകുന്ന അറിയില്ല. പക്ഷെ എന്നാൽ 10 മിനിറ്റ് വിചാരിച്ചോ, 10 മിനിറ്റ് ആണെങ്കിലും പിന്നെ വീണ്ടും ദൈവാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, നമ്മൾ വീണ്ടും തട്ടി ഉണർത്തും, നമ്മൾ എണീക്കും. സ്തോത്രം. ഇരുന്ന ആ കസാലയിലോ കട്ടിലോ തന്നെ നമ്മൾ വീണ്ടും ഉണർന്ന് സമയം നോക്കുമ്പോൾ അയ്യോ ഒരു 10-15 മിനിറ്റ് പോയി. അപ്പം എൻ്റെ മൂലം ആഴ്ച ചെന്നു, അയ്യോ കർത്താവേ 15 മിനിറ്റ് പോലെ ക്ഷമിക്കണം, ഇനി ഞാൻ ഇരിക്കുന്നില്ല, അന്ന് ഉറങ്ങും. അവിടെ പിശാചിന്റെ പ്രവൃത്തി. സ്തോത്രം. കുഞ്ഞുങ്ങളായോടെ നിങ്ങൾ പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുട്ടോ. സോ ചെയ്യാൻ വേണ്ടിയാണ്, വരുന്ന നാളുകൾ ചെയ്യാൻ വേണ്ടിയാണ്. സോ അപ്പച്ചനമ്മച്ചിമാരൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്, നമ്മളതൊന്ന് ചെയ്യാൻ വേണ്ടി. സ്തോത്രം. അപ്പോൾ അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം മിനിമം സമയം വെച്ച് ഈ ആദ്യത്തെ ഉറക്കം ജയം പ്രാപിച്ചു. 2-ാമത്തെ ഉറക്കം എവിടെയാണ്? ഈ ഉറക്കം തൂങ്ങുന്ന അനുഭവം. 2-ാമത്തെ ദിവസം 20 മിനിറ്റ് പ്രാർത്ഥിച്ചു. പല വിഷയങ്ങളിൽ വന്ന 20 മിനിറ്റ് ആയപ്പോഴത്തേക്കും വീണ്ടും ഉറക്കം വന്നു. അപ്പോൾ 10 മിനിറ്റ് ഉറക്കം തോന്നുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വീണ്ടും മടിപ്പായി. പിന്നെയും കർത്താവ് അയ്യോ സോറി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്നുറങ്ങും. അതുമേ അങ്ങനെ ഓരോ ദിവസം മുന്നോട്ട് പോയാലേ നമുക്ക് ജയം പ്രാപിക്കുവാൻ സാധിക്കുള്ളൂ. സോ ചിലർക്ക് അങ്ങനെയാണെങ്കിൽ മറ്റു ചിലർക്ക് ആത്മശക്തിയാൽ ഹല്ലേലൂയ അവർക്ക് ചില സമയങ്ങൾ തന്നെ ഇരിപ്പാൻ കർത്താവ് നൽകുന്ന കൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഒരു കൃപാവരമല്ല. പല പാസ്റ്റർമാരെയും പല വലിയ സഭകളുള്ള വലിയ പാസ്റ്റർമാരെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേൾക്കുന്ന കാര്യമാണ്. പ്രാർത്ഥന ഒരു കൃപാവരമാണ്, അവർക്ക് ലഭിച്ച കൃപയാണ്. എല്ലാ ദൈവമക്കളെ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന ഒരു കൃപാവരമേ അല്ല, ഒരു കൃപയല്ല. പിന്നെ എന്താണ്? ഒരു അപ്പനോട് മകൻ ഇടപെടുന്നത്, ഒരു അപ്പനോട് മകൾ സംസാരിക്കുന്നതാണ് പ്രാർത്ഥന, അല്ലേ? കർത്താവ് താൻ തന്നെ പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ
നീ ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം? സ്തോത്രം, നീ അറയിൽ കടന്ന് വാതിലടച്ച് നിന്റെ സ്വർഗീയ പിതാവിനോടാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ സ്വർഗീയ പിതാവിനോട്, ഒരു അപ്പനോട് മകനും മകളും തമ്മിലുള്ള ബന്ധമാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ആവശ്യങ്ങളെല്ലാം ഉപരിയായി, ആവശ്യങ്ങൾ മാത്രമല്ല, ഭൗതികമായ ആവശ്യങ്ങൾ ഉപരിയായി ആത്മീയ വിഷയങ്ങളാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, നാം അനുഭവിക്കേണ്ടത്. സ്തോത്രം. അതിലൊന്നാണ് യേശു താൻ തന്നെ പറഞ്ഞു, ദോഷികളാ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ. അപ്പം നാം അപ്പോഴും ദോഷികളാണ്. സ്തോത്രം. യേശു പറയുന്നത് എത്ര ആത്മാവ് പ്രാപിച്ചാലും നമ്മൾ ദോഷികളാണ്. അപ്പം എന്നാലും ദോഷികളാണ് നിങ്ങൾക്കറിയാം നല്ല ദാനം കൊടുക്കാൻ. പക്ഷെ അതിനുപരിയായി സ്തോത്രം, നിങ്ങൾ സ്വർഗീയ പിതാവിനോട് ഹല്ലേലൂയ നന്മ ചോദിച്ചാൽ, ഒരു വശത്ത് നന്മ പറയുമ്പോൾ മറുവശത്ത് പറയുകയാണ് അത് പരിശുദ്ധ ആത്മാവിനെ ചോദിച്ചാൽ അവൻ എത്ര അധികം നിങ്ങൾക്ക് നൽകാതിരിക്കും. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? നാം അവനോട് ഇനിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ചോദിക്കുക. സ്തോത്രം. തുടക്കം പാസ്റ്റ് ഇട്ടുന്നായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതേ വിഷയം പരിശുദ്ധാത്മാവ്. സ്തോത്രം. ആത്മാവ്. ഇന്ന് ഞങ്ങൾ പോയി വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ പോയ വേറെ പുതിയ സഭയിൽ പോയി പരിചയപ്പെട്ട് മാറാമണിൽ, അവിടെയും ഇതേ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. കാരണം എന്താണ്? സ്തോത്രം, എവിടെ പോയാൽ ദൈവമക്കളെല്ലാം സ്തോത്രം പാഷ അവസാനം പറഞ്ഞ് നിർത്തിയ പോലെ ഉറക്കം തൂങ്ങി നിന്ന് ഇരിക്കുന്ന അനുഭവം. ആദ്യത്തെ എരിവൊക്കെ പോയി. കാരണം എന്താണ്? അനുഗ്രഹം പ്രാപിച്ചു. ഏത് അനുഗ്രഹം? ആത്മീയ അനുഗ്രഹമല്ല, ഭൗതികമായ അനുഗ്രഹങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് ഏതിനെ മൂടി? ആത്മീയ അനുഗ്രഹങ്ങളെ ഭൗതിക അനുഗ്രഹങ്ങൾ മൂടി കളഞ്ഞ് ദൈവസഭകൾ, സ്തോത്രം, കർത്തദാസന്മാരായിക്കോട്ടെ ദൈവമക്കളായിക്കോട്ടെ ഒരുപോലെ അത് സഭയ്ക്ക് വേണ്ടി പല കാര്യം ചെയ്യുന്നുണ്ട്, പണം മുടക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദശാംശം അതിലുപരിയായി അധ്വാനിക്കുന്നു. പക്ഷേ ആത്മീയമായ എരിവില്ലാത്തൊരു അനുഭവം. ആത്മീയ ദൈവസന്നിധിയിൽ ഞാൻ മണിക്കൂറോളം, ഞാൻ അവിടെ പറഞ്ഞ ഒരു ഉദാഹരണം, സ്തോത്രം, ബ്രോങ്കയെക്കുറിച്ച് പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബ്രോങ്കെ 5, 6, 8 മണിക്കൂറൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വലിയ അത്ഭുതം ചെയ്തത്. പക്ഷെ പത്രോസ് അത്ര മണിക്കൂർ ഇരുന്നില്ല, യോഹന്നാൻ ഇരുന്നില്ല. സ്തോത്രം. ബ്രോങ്കെ ഇരുന്നുള്ള സ്തോത്രം, അത് നല്ല കാര്യം. കാരണം നമുക്കൊന്നും അത്രയും കൃപ, യോഹന്നാൻ്റെ പത്രോസ് അത്രയും കൃപ നമുക്കില്ല, ആത്മശക്തി ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ ബ്രോങ്കെ ഇരുന്ന് അത്രയും ആൾക്കാർ നേടാൻ, അത് ഒരു പാസ്റ്റർ ആയതുകൊണ്ട്, ഒരു ഇവാഞ്ചലിസ്റ്റ് അല്ലെങ്കിൽ സുവിശേഷകനായതുകൊണ്ട്. പക്ഷേ അമ്മണിയാൻ്റെയോ അല്ലെങ്കിൽ അമ്മാമയോ, സ്തോത്രം, നമുക്കും ഇരിക്കാം 8 മണിക്കൂർ. ആത്മാവിൽ ഇരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാ? ആത്മാക്കൾക്ക് വേണ്ടി. ഒന്ന്. രണ്ടാമത് ഈ സ്വർഗീയ പിതാവിന് സാന്നിധ്യം അനുഭവിപ്പാൻ. അല്ലാതെ മൂന്നാമത് പറയുമ്പോൾ ഈ രക്ഷകനെ ഒന്ന് കാണുവാൻ. വെളിപ്പാട് പുസ്തകം ഞാൻ എല്ലായിടത്തും സമയം ലഭിക്കുന്ന നടക്കുന്നതൊക്കെ വായിപ്പിക്കുന്ന ഒരു വിഷയമാണ്. വെളിപ്പാട് പുസ്തകം അതൊന്ന് ആദ്യമായിട്ടൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 1:13 മുതൽ. യോഹന്നാൻ പത്മോസിൽ വെച്ച് കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ ഇന്നുള്ള അതേ നമ്മൾ മരിച്ചാൽ അവിടെ സ്വർഗത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് വന്നാൽ കർത്താവിനെ എങ്ങനെ കാണും എന്ന് അവിടെ യോഹന്നാൻ വ്യക്തമായി ആത്മാവിൽ സ്തോത്രം തന്നെ കൊണ്ട് കർത്താവ് തന്നെ എഴുതിപ്പിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ രൂപം എങ്ങനെയായിരിക്കുന്നു. സ്തോത്രം. അത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വെളിപ്പാട് ആ ആ ആ ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ, കാലുള്ളിയെ ചുട്ടിപ്പഴിപ്പിച്ച് വെള്ളോട് സദൃശമായവനെ, ശബ്ദം പെരുവെള്ളത്തിന് ഇരിച്ചൽ പോലെയുള്ള ശബ്ദമുള്ളവൻ, ആ ആ സ്തോത്രം. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന മുഖമുള്ളവൻ, ആ സ്തോത്രം. എന്താണ്? ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ആയിത്തീരുന്നു. മരിച്ചവനെ പോലെ ആയിത്തീരുന്ന പിന്നെ സമയം പോകുന്ന അറിയോ? ഇല്ല. സ്തോത്രം. മരിച്ചവനെ പോലെ ആയിത്തീരുന്ന പിന്നെ സമയം പോകുന്ന അറിയില്ല. അവന് മുമ്പാകെ വീണിരിക്കുന്നത്. അതുകൊണ്ട് പത്മോസിൽ എത്ര ദിവസം കിടന്നു എന്ന് യോഹന്നാൻ എഴുതിയിട്ടുമില്ല. ആ ഒരു അനുഭവമാണ്. അത് എങ്ങനെ പ്രാപിക്കുന്നത്? ഞാൻ വ്യക്തിപരമായി പ്രാപിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു ദർശനമാണ്. ആരെക്കുറിച്ച്? എൻ്റെ അപ്പനെ കുറിച്ച്. അല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ രക്ഷകനെ കുറിച്ച്, എൻ്റെ രാജാവിനെ കുറിച്ച്. അത് വീണ്ടും വരാൻ അരുളിച്ചത് വിശ്വസനായ ദൈവത്തിൻ്റെ രൂപം നാം ഓരോരുത്തരും പ്രാപിക്കേണ്ടതാണ്. സ്തോത്രം. ആ രൂപം കാണുമ്പോഴേ നമ്മുടെ സങ്കടങ്ങൾ മാറുള്ളൂ. ആ രൂപം കണ്ടാലേ നമ്മുടെ വേദനകൾക്ക് ശമനം ഉണ്ടാകത്തുള്ളൂ. കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. വേറെ ആരും ഉണ്ടാവില്ല. അപ്പനുണ്ടാവില്ല, അമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. കാരണം എന്താണ്? ഏകനായ സ്വതം മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, അവൻ ഏകനായിട്ടാണ് ആ കാൽവരി ക്രൂശിൽ തൂങ്ങി മരിച്ചത്. അവസാനത്തോടെ രക്തം കർത്താവ് എനിക്ക് വേണ്ടി ഒഴുക്കി.
എന്തിനു വേണ്ടി? ഞാൻ ഏകനായി അതേ സ്ഥലത്തിൽ അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതാകുന്നു. ഞാനെല്ലാ വിശ്വാസപരന്ന എല്ലാ വിശ്വാസിയും അവരുടെ ജീവിതത്തിൽ ഏകരായിരിക്കുന്ന അനുഭവം ഉണ്ട്. സ്തോത്രം. ആ ഏകാന്തതയിലാണ് നമുക്ക് കൂടുതൽ അവൻ അനുഭവിപ്പാൻ സാധിക്കുന്നത്. അത് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ള കാലത്ത് കർത്താവിനെ ഒറ്റയ്ക്ക് അതേ മാറി എല്ലാം നമ്മുടെ ആ അവസ്ഥകൾക്ക് നാം തന്നെ മാറ്റം വെച്ച് അതിന് നീക്കി വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അതേ ചില നിമിഷങ്ങൾ അല്ല ചില മണിക്കൂറുകൾ ഇരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടെയാണ് കർത്താവ് നമ്മളെ ആത്മശക്തി പകർന്നത്. അത് പ്രാപിച്ചാൽ അല്ലില്ല, നമുക്കെതിരായി വരുന്ന ഏത് ശബ്ദമായാലും നമുക്കെതിരായി വരുന്ന ഏത് പ്രവൃത്തിയായാലും അതിനെ തരണം ചെയ്യുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഹല്ലേലൂയ ദൈവമക്കളെ, ഇവിടെ മാത്രമുള്ള പ്രാർത്ഥന എന്നൊരു വിഷയം. സ്വർഗത്തിൽ പോയാൽ നമുക്ക് പ്രാർത്ഥനയേ ഇല്ല. ഉണ്ടോ? അവിടെ പ്രാർത്ഥനയില്ല. സ്തോത്രം. അവിടെ പരീക്ഷയും ഇല്ല. പരീക്ഷ സ്കൂൾ പരീക്ഷ എഴുതിയിരിക്കുകയാണോ? അല്ലേ? അവിടെ പോയ പരീക്ഷയില്ല. ഏറ്റവും ബെസ്റ്റ് പരിപാടി പ്രാർത്ഥിക്കർത്താവ് വേഗത്തിൽ വിളിക്കുക. സ്തോത്രം. അപ്പം മമ്മിക്ക് ദുഃഖം ഉണ്ടോ? അതുപോലെ എന്തായാലും ദുഃഖം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ അവിടെ പോയ പരീക്ഷയില്ല. ആർക്കും ഒരു പരീക്ഷ അവിടെ ഇല്ല. അവിടെ ദുഃഖമില്ല. ബൈബിളിൽ എഴുതാത്ത കാര്യമാണ് പ്രാർത്ഥനയുടെ കാര്യം. പക്ഷെ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. കൂട്ടിച്ചേർക്കാൻ തന്നെ നല്ല കാര്യം ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ്? ദുഃഖമില്ല, രോഗമില്ല, മരണമില്ല, കണ്ണുനീരില്ല, കൂടാതെ സ്തോത്രം അത് എന്തുണ്ട്? പ്രാർത്ഥനയുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെയുള്ള ആയുസ് സമയം കിട്ടുന്ന സമയത്തെല്ലാം പ്രാർത്ഥിച്ചോളണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം, അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം, മുട്ടുകുത്തി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. സ്തോത്രം. മുഴാതി പ്രാർത്ഥന എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ തരട്ടെ. ഈ ദിവസങ്ങൾ നമുക്ക് ആത്മാവിൽ പോരാടി പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് സഹായിക്കണം. ഞാൻ കോവിഡിൻ്റെ സമയത്ത് 3 മാസം കർത്താവിനെ കൃപയാൽ അതേസമയം 3 മാസം സ്തോത്രം സമയങ്ങളിൽ ഇരുന്ന് വേർതിച്ച് 3 മണിക്കൂറൊക്കെ ഇരുന്ന് അതിനിടയ്ക്ക് ഉറക്കം തൂങ്ങിപ്പോകും. എൻ്റെ ഭാര്യ വന്ന് ചോദിക്കും, അച്ഛൻ എന്തിനാണ് ഉറങ്ങുന്നത്? എന്നാൽ പോയി ഉറങ്ങിക്കൂടെ? ഞാൻ 1-2 ദിവസം ഞാൻ മിണ്ടാതിരുന്നു. പിന്നെ എത്രത്തോളം വെച്ചാൽ മിണ്ടാതിരിക്കുന്ന കൃപ പ്രാപിക്കുന്ന അനുസരിച്ച് ഒരാളിങ്ങനെ കൊത്താൻ വരും. സ്തോത്രം. ഞാനും തിരിച്ച് ചോദിക്കാറുണ്ട്. പുള്ളിക്കാരത്തി വെളിപ്പണിയിരുന്ന് അതേ സ്വന്തം പ്രാർത്ഥിച്ച് വീട്ടിലൊക്കെ ജോലികൾ ചെയ്തിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് ഒന്ന് തൂങ്ങുമ്പോൾ ഞാനും ഒന്ന് കളിയാക്കും. അത് മനഃപൂർവ്വം കളിയാക്കുന്നു. കാരണം എന്നെ കളിയാക്കുന്നതുകൊണ്ട് ഞാൻ കളിയാക്കുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞ സ്തോത്രം, ഞാൻ അവിടെ ഇരുന്ന് തൂങ്ങുകയാണല്ലോ. അത് ഉറക്കം തൂങ്ങുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ സന്നിധിയില്ല. എൻ്റെ അപ്പൻ അതറിയാം. സ്തോത്രം. കണ്ടത് ആരാണ്? അപ്പൻ കണ്ടു, പിശാച് കണ്ടു, നീയും കണ്ടു. സ്തോത്രം. അപ്പൻ നിന്നോട് പറഞ്ഞിട്ടില്ല സ്തോത്രം പറയാൻ വേണ്ടി, അപ്പൻ അറിയാം. പക്ഷെ വേറെ ഒരുത്തനുണ്ട്. സ്തോത്രം. അപ്പോൾ നേരിട്ട് പിശാചിന് വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിശാചും ഉണ്ട്, പിന്നെ നീയും കണ്ട്. സ്തോത്രം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ സമയം പോകുന്നത് അറിയില്ലായിരുന്നു. സ്തോത്രം. സമയം പോയത് അറിയില്ല. എൻ്റെ വിഷയമോ ഞങ്ങൾക്ക് മക്കളുടെ വിഷയമോ വീടിൻ്റെ വിഷയമോ വേറെ ഒരു ഭാരം ഒരൊന്നുമില്ല. കർത്താവിനെ കാണും. ഈ പറഞ്ഞ വെളിപ്പാട് പുസ്തകത്തിൽ ആ ദർശനം ഞാൻ കണ്ണടയ്ക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ അന്ന് ആത്മാവിൽ കാണുവാൻ, അല്ലെങ്കിൽ കണ്ണ് തുറക്കുമ്പോൾ ആത്മാവിൽ കാണുവാൻ. സ്തോത്രം. കർത്താവിൻ്റെ ആ രൂപം കണ്ട് ആത്മാവിൽ സന്തോഷിപ്പാൻ കർത്താവ് സഹായിച്ച വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നത്. ഞാൻ കർത്താവിൻ്റെ ആ ദിവസങ്ങളൊക്കെ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ ഇതേ ദർശനം മറ്റുള്ളവർക്ക് അങ്ങ് കൊടുക്കണം, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം, യൗവനക്കാർക്ക് കൊടുക്കണം. സ്തോത്രം. അവരുടെ ആവശ്യം അതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നും ഹല്ലേലൂയ കർത്താവ് ആത്മാവ് നമ്മളെ അതിനുവേണ്ടി സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യണം. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ അതേ കർത്താദാസനെ അത് പരിചയപ്പെടുവാൻ കാണുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി അല്ലെങ്കിൽ സാവകാശം ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വം. താൻ പറഞ്ഞ പോലെ ആൻറ്റി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആൻറ്റി പറഞ്ഞ 4 ഒരു പ്രാർത്ഥനയുണ്ട്, 4 മുതൽ 6 വരെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തിരക്കാം. സോ അത് ഞങ്ങൾക്കും അത് പുള്ളിക്കാരത്തേക്ക് 5 മണി തൊട്ട് 6 മണി അതിനും ആൻറ്റി കയറുന്നുണ്ട്. ആൻറ്റി അത് സൂം ഇപ്പോൾ ഭാഷ പറഞ്ഞ ഗൂഗിൾ മീറ്റാണ്. ഗൂഗിൾ മീറ്റ് കൂടാതെ ആൻറ്റി സൂമുണ്ട്. സോ ഇതെല്ലാം കൂടി എല്ലാ സമയം വരുമ്പോഴത്തേക്ക് വേറെ ഒന്നിനും പിന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല. രാവിലത്തെ പ്രഭാത സമയം എല്ലാവരും ഇപ്പോൾ ഞാൻ കയറുന്ന സൂമിൽ സ്തോത്രം 60-65 പേരാണ് 6 മണി തൊട്ട് 7:15 വരെ പ്രായമുള്ള ആൾക്കാർ. സ്തോത്രം. അവർക്ക് രാത്രി ഉറക്കം ഇല്ലായിരിക്കും എന്ന് എനിക്കറിയില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണ് രാത്രി ഉറക്കം കുറവാണ്. പക്ഷേ രോഗിയായി ഞാൻ രാത്രി കിടക്കാത്ത ഉറക്കമില്ലാത്ത രാത്രികൾ എനിക്കുണ്ടായിട്ട് അങ്ങനെയാണ് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് എനിക്ക് പ്രേരണ തന്നത്. സ്തോത്രം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രോഗികളെ കുറിച്ചുള്ള ആത്മഭാരം ദൈവം തന്നത് ഞാൻ രോഗിയായി തീർന്നപ്പോഴാണ്. സ്തോത്രം. നമ്മുടെ ജീവിത ദൈവമക്കൾ അതുകൊണ്ട് ഹല്ലേലൂയ ഒന്നും വ്യർത്ഥമല്ല. ഹല്ലേലൂയ ഇവിടെ ആൻറ്റി നടത്തുന്ന പ്രാർത്ഥന അതിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇന്ന് ഞാൻ കണക്ക് കൂട്ടി ഞങ്ങൾ 8 പേരുള്ളൂ. നിങ്ങൾ 5 സ്തോത്രം. വലിയ കൂട്ടം നിങ്ങൾക്ക്. അതേ സ്തോത്രം. കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്കും. സ്തോത്രം. ഞങ്ങൾ 3 പേരുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ നമ്മൾ 8 പേരും ഹല്ലേലൂയ പെട്ടകത്തിൽ 8 പേരെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതായാലും കർത്താവ് പറഞ്ഞ് കർത്താവിന് കണക്ക് ഇതൊന്നുമല്ല, 2-3 പേരാണ്.
സ്തോത്രം. ഞാൻ വിചാരിക്കുകയാണ് ഇത്ര സർവശക്തനായ ദൈവം, ആകാശവും ഭൂമിയും സമുദ്രം അതിലുള്ള സകലത്തെയും ഉണ്ടാക്കിയ ദൈവം പറയാണ്, അതേ 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ നിങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ദുഃഖം വരാറുണ്ട്. പാസ്റ്റർമാർ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും ഒരു 10 പേരെ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂട്ടായ്മയിൽ 10 പേര് വരുന്നുണ്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് എന്താ ഒരു വലിയൊരു കാര്യമാണ്. പക്ഷെ കർത്താവ് പറയാണ്, സർവശക്തന്റെ മുമ്പിൽ അതേ 2 പേര് വന്നാൽ ദൈവത്തിന് സന്തോഷം. പക്ഷെ ഐക്യമായി വരുമ്പോൾ, അത് ദൈവ സ്നേഹത്തിൽ വരുമ്പോൾ, വിശ്വാസം വരുമ്പോൾ, അത് 2 പേരായാലും ആ 2 പേര് കൊണ്ട് അതേ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവപ്രവർത്തിക്കാൻ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സോറി. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുകയും ചെയ്യുന്ന ഒരുത്തനുണ്ട്, ഒരുവനേ ഉള്ളൂ. സ്തോത്രം. ഒരുവനുണ്ട്, ആ ഒരുവൻ്റെ പേരാണ് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. സ്തോത്രം. പഴയ നിയമത്തിൽ ആ പേരാകുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ പറയാണ് ക്രിസ്തു യേശു. പ്രൈസ് ലോർഡ്. നിയമിക്കപ്പെട്ടവൻ ഒരുവൻ, അത് ദൈവത്താൽ അയക്കപ്പെട്ടവൻ ഒരുവൻ, അത് രക്ഷകനായി. പ്രൈസ് ലോർഡ്. യേശു എന്ന പേരിൻ്റെ അർത്ഥമാണ് രക്ഷകൻ. യേശു യഹോവ എന്ന പേരിൻ്റെ അത് പുതിയ നിയമത്തിലെ സ്തോത്രം അത് പേര് മാറ്റമാണ് യേശു. സ്തോത്രം. പഴയ നിയമത്തിൽ അത് യഹോവയായിരുന്നു, അവിടെ രക്ഷകനാണ്. അപ്പോൾ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അവൻ ഒരുവനേ ഉള്ളൂ. ആ ഒരുവൻ അത് നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. സ്തോത്രം. ദൈവസന്നിധിയിൽ ചെറുതും വലുതുമില്ല. സ്തോത്രം. തൻ്റെ മകൾ തന്നോട് പറയുന്ന ഏത് കാര്യം ദൈവസന്നിധി വലിയ കാര്യമാണ്. കാരണം അത് വലുപ്പം ദൈവത്തിനാണ്. അത് നാം ചെറുവരാണെങ്കിലും നാം ദൈവസന്നിധി പറയുന്ന ഏത് കാര്യം ദൈവത്തിന് വലുതാണ്. സ്തോത്രം. ദൈവം അത് ആ ഗൗരവത്തോടെയാണ് നമ്മോട് ഇടപെടുകയും ചെയ്യുന്നത്. ഇവിടെ പ്രവാചകനെ ദൈവമക്കളെ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്ന അതേ ഒരു കാര്യമാണ്. എന്താണ് ഈ സർവശക്തനായ ദൈവം? ഈ ദൈവം എന്താണ്? അവൻ പർവ്വതങ്ങളെ അതേ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവം. പർവ്വതം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മറുവശത്ത് സ്തോത്രം അതേ കാറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. യേശു തന്നെ പറഞ്ഞ് കാറ്റ് വരുന്നു പോകുന്നു വീശുന്നു ഒക്കെ, അപ്പോൾ കാണാൻ സാധിക്കാതെ. അപ്പോൾ ചിലർക്ക് കണ്ടാലേ വിശ്വാസം വരത്തുള്ളൂ. മറ്റുള്ളവർക്ക് കണ്ടില്ലെങ്കിലും കാണാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടരും ലോകത്ത് 2 ടൈപ്പ് കൂട്ടരും ഉണ്ട്. മാത്രമല്ല വിശ്വാസം വന്നാലോ അവിടെ അത് തന്നെയാണ്. കണ്ടാലേ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. സ്തോത്രം. ഒരു അത്ഭുതം എന്നും ഒരു അത്ഭുതത്തിന് വേണ്ടി യാചിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ചിലർക്ക് അത് ഒരു അത്ഭുതം വേണ്ടി 40 വർഷം അവർ ജീവിച്ചോളും. സ്തോത്രം. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. അവർക്ക് ചെയ്യുന്ന ഒരു അത്ഭുതം ഏതാണ്? ഹല്ലേലൂയ. അതേ അവർ ചെങ്കടൽ വന്നപ്പോൾ ചെങ്കടൽ വിഭാഗിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്. 40 ലക്ഷം ജനം അവരെന്ത് നല്ല മെയിൻ റോഡ് കൂടി നമ്മളിപ്പോൾ റബ്ബറൈസ് റോഡിൽ കൂടിയാണ് അവർ കടന്നുപോയത്. എന്നാൽ അതേ പ്രവൃത്തി ദൈവം 40 വർഷം കഴിഞ്ഞിട്ട് അതേ ഈ ചെയ്ത പ്രവൃത്തി ആരെ മോശ മുഖാന്തരം ചെയ്തപ്പോൾ 40 വർഷത്തിന് ശേഷം യോർദാൻ വന്നപ്പോൾ വീണ്ടും അതേ അത്ഭുതം. സ്തോത്രം. അന്ന് മോശയില്ല, പക്ഷെ 40 ലക്ഷം ജനത്തിന് അടുത്ത തലമുറയുള്ളൂ. ആൾക്കാർ മാറി, നേതാക്കന്മാർ മാറി, പാസ്റ്റർമാർ മാറി വരും, അവർ മാറും, പക്ഷെ ദൈവം മാറില്ല. അവൻ ഒരുവനേ ഉള്ളൂ. അന്ന് ചെയ്ത അത്ഭുതം അതേ വേറെ ദേശത്ത് ആണ്ടുകൾക്ക് ശേഷം വീണ്ടും ആവർത്തിക്കുവാൻ ദൈവത്തിന് മടിയില്ല. അവനെ കൈ കുറുകിപ്പോയിട്ടില്ല, അവന് ചെവി മന്ദമായി പോയിട്ടില്ല. സ്തോത്രം. ആ കർത്താവ് അവർക്ക് വേണ്ടി, ഈ ജനത്തിന് വേണ്ടി വീണ്ടും അവൻ വീണ് ഉണങ്ങിയ പാത, ചെങ്കൽ പാത അവർക്ക് വേണ്ടി ഒരുക്കി. സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടല്ല 10 വർഷം മുമ്പേ, കഴിഞ്ഞ വർഷം 5 വർഷം അല്ലെങ്കിൽ നമ്മൾ 40 വർഷം മുമ്പേ നാം വിശ്വാസം വന്ന് ഇറങ്ങിയപ്പോൾ അതിനുവേണ്ടി കർത്താവ് ചെയ്ത ഒരു അത്ഭുതം, അതേ ടൈപ്പ് ഒരു അത്ഭുതം ഇന്നും ചെയ്യുന്ന ദൈവം വിശ്വസനാണ്. അവൻ ശക്തനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ അതാ പറഞ്ഞ പർവ്വതങ്ങൾ ഉണ്ടാക്കുന്ന ദൈവം, നിർമ്മിച്ച ദൈവം. സ്തോത്രം. പർവ്വതം ഉണ്ടാക്കിയവൻ തന്നെ പർവ്വതത്തെ സ്തോത്രം. ഹല്ലേലൂയ. ചില സമയങ്ങൾ വന്നപ്പോൾ അതിനെ സമഭൂമിയാക്കുന്ന അനുഭവമുണ്ട്. എൻ്റെ സെരുബാബേലെ സ്തോത്രം, സെരുബാബേൽ നിന്റെ മുമ്പാകെ നിൽക്കുന്ന ഈ മഹാപർവ്വതം അത് ആരാണോ അത് സമഭൂമിയായി തീരും. അപ്പോൾ ഉണ്ടാക്കുന്നവൻ തന്നെ തൻ്റെ ജനത്തിന് വേണ്ടി, തൻ്റെ ഭക്തന് വേണ്ടി, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന വേണ്ടി അതേ പർവ്വതത്തെ അവൻ സമഭൂമിയാക്കുവാൻ കഴിവുള്ള ദൈവമാകിയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പിന്നെ പറഞ്ഞ കാറ്റ് കാണാത്ത സാധനമാണ്.
ഹല്ലേലൂയ. അതും എന്തേ സ്തോത്രം, ആ കാറ്റിനോട് കർത്താവ് ചെയ്ത അത്ഭുതം. ഈ കാറ്റടിപ്പിച്ചാണല്ലോ കർത്താവ് ഈ അത് ചെങ്കടൽ വിഭാഗിച്ചത്. ഹല്ലേലൂയ. അതാരും കണ്ടില്ല. പിന്നെ അത് എഴുതപ്പെട്ടപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി, കാറ്റ് വന്ന് അടിച്ചപ്പോഴാണ്. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. കർത്താവ് നമ്മൾ അതേ രണ്ടാമത്തെ വിഷയം അവിടെ വരുന്നത് പിന്നെ പറയുന്നത് മനുഷ്യനോട് അവൻ്റെ നിരൂപണം ഇന്നതെന്ന് അറിയിക്കുന്നത് ദൈവം. മനുഷ്യനോട് അവൻ്റെ നിരൂപണം എന്തെന്ന് അറിയിക്കുന്ന ദൈവം. അത് പാപം ചെയ്താലും അനുഗ്രഹമായാലും ദോഷമായാലും. സ്തോത്രം. പൗലോസ് കാരാഗൃഹത്തിൽ ഇരിക്കുമ്പോൾ അവനെതിരായി 40 പേര് സംഘം കൂടി. 40 പേര് സംഘം കൂടി എന്താണ്? അവനെ അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല. സ്തോത്രം. അവനെ കൊല്ലുവോളം ഞങ്ങൾ ഒന്നും ഭക്ഷിക്കുകയില്ല എന്ന് അവരൊരു തീരുമാനമെടുത്തു. അവർ നേർച്ച ശപഥം ചെയ്തു. എന്താണ് ശപഥം ചെയ്ത്? ഇവനെ അവനെ അല്ലെങ്കിൽ അവൻ ജയിലില്ല. പിന്നെ എന്താ പ്രശ്നം? എന്നിട്ടും ഭയപ്പെടുക. ജയിലിലായിട്ട് അവർക്ക് മതിയാവുന്നില്ല. തീരുമാനമെടുത്തു, ശപഥമെടുത്തു. 40 എന്താണ്? പൗലോസിനെ കൊല്ലുക അല്ലാതെ ഞങ്ങൾ സ്വന്തം ഭക്ഷിക്കുകയില്ലെന്ന്, വെള്ളം പോലും കുടിക്കില്ല. അങ്ങനെയൊക്കെ നമ്മളെ എടുത്തെങ്കിൽ എത്ര നല്ലതായിരുന്നല്ലേ. കൊല്ലാൻ വേണ്ടിയല്ല, ആത്മാവിൽ സ്തോത്രം ജീവിതങ്ങളെ കൊല്ലുവാൻ. അപ്പോൾ അത് ദൈവം അറിഞ്ഞു. എന്ത് ചെയ്തു? പൗലോസിൻ്റെ അതേ സഹോദരിയുടെ പുത്രൻ അവിടെ ഉണ്ടായിരുന്നു. അവനോട് അത് അറിയിച്ചു. അവൻ പോയി പൗലോസിനെ അത് അറിയിച്ചു. അപ്പം മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള നിരൂപണം അറിയുന്ന ദൈവം അവനിന്ന് തൻ്റെ ദാസനെ വിടുവിക്കാൻ വേണ്ടി അത് കർത്താവിന് വേറെ വഴികൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അന്ന് ദൈവത്തിന് ഈ കാര്യമായിരുന്നു ആവശ്യം. എന്താണ് അത്? ഈ 40 പേരുടെ ഉള്ളിലുള്ള അവർ തീരുമാനിച്ച കാര്യം 41ാമത്തെ ഒരു മനുഷ്യനെ അറിഞ്ഞില്ല. പക്ഷെ ദൈവം അറിഞ്ഞ കാര്യം, അവരെടുത്ത തീരുമാനം ദൈവം അത് പുറത്ത് അത് വെളിപ്പെടുത്തി പൗലോസിനെ വിടുവിച്ചു. സ്തോത്രം. മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഹൃദയങ്ങൾ അതേ നിരൂപണം അറിയിക്കുന്ന ദൈവം. മറുവശത്ത് അതേ വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ അതേ ഇഷ്ടങ്ങൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ മനുഷ്യനെ അറിയിക്കുന്ന ഒരു പ്രവൃത്തിയും അതിലുണ്ട്. മനുഷ്യൻ്റെ നിരൂപണം അറിയുന്ന ദൈവം മാത്രമല്ല, മനുഷ്യനോട് ദൈവത്തിന് നിരൂപണം അറിയിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഞാൻ കർത്തദാസന് പാസ്റ്ററെ ഓർത്തും അതുപോലെ പാസ്റ്റർ അനിയനെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന വലിയ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കുള്ള പ്രവർത്തനങ്ങൾ തനിക്ക് നൽകിയ നിയോഗം അത് അനിയനെ കൊടുത്തത്. അങ്ങനെ ഓരോരുത്തർക്കും കർത്താവിൻ്റെ ആഗ്രഹം ഇഷ്ടമനുസരിച്ചാണ് കർത്താവ് ഓരോരുത്തരെയും ദൗത്യം ഏൽപ്പിക്കുന്നത്. കർത്താവ് താൻ തന്നെ പറഞ്ഞ സഭയിൽ 5 കൂട്ടം ശുശ്രൂഷകളുണ്ട്. ഒറ്റൊന്നല്ല, 5 വിധത്തിലുള്ള ശുശ്രൂഷകന്മാരുണ്ട്. അപ്പോസ്തലന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അതേ സുവിശേഷകന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, അതുപോലെ ഉപദേശകർ. അപ്പം 5 തരം. എന്തിനു വേണ്ടിയാ? സഭയുടെ ആത്മീയ വർധനയ്ക്ക് വേണ്ടിയാ, വേറെ ഒന്നിനുമില്ല. എന്തിനു വേണ്ടിയാ? അത് ഐക്യതയെ കാണിക്കുന്നു. ഈ വിവിധ തരത്തിലുള്ളവർ അവർ ഒരുമിച്ച് പ്രവർത്തിച്ച്, അവർ ഒരുമിച്ച് ശുശ്രൂഷിച്ച് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അതേ ദൈവസഭയെ പണിയുവാൻ, ദൈവസഭയെ ശക്തീകരിക്കുവാൻ, അതേ അവരിലുള്ള ശക്തിയെ അതേ കർത്താവിന്റെ കൃപയാൽ അവരിൽ പകരപ്പെട്ട ശക്തി ദൈവസഭയിലേക്ക് പകരാൻ കൂടിയാണ് ഈ ശുശ്രൂഷയുടെ കർത്താവ് ആക്കി വെച്ചത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കാഴ്ചപ്പാടുള്ള ദേവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നത്. ഞാൻ പോയ സഭയിൽ ഇന്നലത്തെ പോയ കൂട്ടായ്മയിൽ പറയുന്നുണ്ട്. സ്തോത്രം. പലർക്കും സമയത്തിൻ്റെ പ്രശ്നമാണ്, എല്ലായിടത്തും സമയത്തിൻ്റെ പ്രശ്നമാണ്. അവിടെ കോട്ടയം മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഒരു ഏകദേശം 50-45 മിനിറ്റ് ഉണ്ട് ഭജന ശുശ്രൂഷയ്ക്ക് വേണ്ടി. സ്തോത്രം. അതൊക്കെ കൂടുതലാണ്. ഞങ്ങളുടെ സഭയിലൊക്കെ ആകെ 1/2 മണിക്കൂറുള്ളൂ. പാസ്റ്ററിനെ കുറച്ചൊക്കെ പല കാര്യം കുഴയ്ക്കുമ്പോഴാണ് ഒരു 40 മിനിറ്റ്, അല്ലെങ്കിൽ കൃത്യം 1/2 മണിക്കൂർ പാസ്റ്ററിനെ ശുശ്രൂഷിക്കാനുള്ളൂ. പിന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് മതി എങ്കിലും. ഇപ്പോൾ ഇവിടെ പക്ഷേ വന്നപ്പോൾ അത് ചർച്ചക്കോടുകാരാ, അവിടെ 3/4 മണിക്കൂർ. ആദ്യത്തെ തവണ ഞങ്ങൾ പോയപ്പോൾ പാസ്റ്റർ 1 മണിക്കൂർ എടുത്ത് 7 തൊട്ട് 8 വരെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഈ ആഴ്ചകളൊക്കെ ആയിട്ട് അത് 45-40 ആയി. അപ്പോൾ ഇന്നലെ പാസ്റ്റർ പറഞ്ഞ് ഇത്രയും പാസ്റ്റർമാർ ഒരു 5-6 പേരും ഉണ്ട് തന്നെ. ആ വീട്ടിലുള്ള ഒരു പാസ്റ്ററിൻ്റെ വീട്ടിലാണ് നടത്തിയത്. അതും പാസ്റ്റർ, സഭയുടെ പാസ്റ്റർ, പിന്നെ ഞങ്ങളും പോയി. ഞങ്ങൾ 5-6 പേരുണ്ട്. അപ്പോൾ സമയം എങ്ങനെ തിരിക്കുന്നു? അപ്പോൾ എനിക്ക് സമയം തന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർ നിന്നപ്പോൾ ഈ 5-6 മാസം മുമ്പ് തൃശ്ശൂർ നിന്നപ്പോൾ അവിടെ 1-2 സഭയിൽ 2-3 സഭയിൽ പോയപ്പോൾ അവിടെ 7 പാസ്റ്റർമാർ ഒരു സഭയിൽ. സ്തോത്രം. 5 പേര് അവിടുത്തെയും 2 പേര് ഞാൻ ഉൾപ്പെടെ വേറെ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ, വിസിറ്റിംഗ് ഗസ്റ്റ് അതിഥിയായി പോയത്. അപ്പോൾ 7 പേര്. സ്തോത്രം. ഈ 7 പേർക്ക് 10 മിനിറ്റ്. സ്തോത്രം. 10 മിനിറ്റൊന്നും ആവില്ല. പക്ഷേ ദൈവകൃപ ഉണ്ടെങ്കിൽ, ആത്മശക്തി ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റ് അവർ ഞങ്ങൾ ആ 7 പേരും പറഞ്ഞത് ഞങ്ങൾക്കും അനുഗ്രഹമായിരുന്നു, ദൈവസഭയ്ക്കും അനുഗ്രഹമായിരുന്നു. അപ്പോൾ വിഭാഗിച്ച് കൊടുക്കുവാൻ അല്ലെങ്കിൽ ദൈവാത്മാ പറയുന്ന അനുസരിച്ച് ഈ ദേവദാസൻ ചെയ്താലേ പറ്റുള്ളൂ. സ്തോത്രം.
അതിലാർക്കും അത് ഹല്ലേലൂയ ഒരു മുഷിപ്പുണ്ടായില്ല. സ്തോത്രം. അത് എല്ലായിടത്തും നടക്കില്ല, എന്നാലും സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ഉള്ളത് മനുഷ്യൻ്റെ നിരൂപണം അറിയുന്ന ദൈവം, അത് അറിയിക്കുന്ന ദൈവം. സ്തോത്രം. ഒരു ഉദാഹരണം കൂടി പറയട്ടെ. സ്തോത്രം. മറിയ ഹല്ലേലൂയ ഗർഭിണിയായ സമയത്ത് അത് അറിവ് കിട്ടിയപ്പോൾ യോസേഫിന്റെ ഹൃദയത്തിൽ അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ അവൻ നിരൂപിച്ചു, അവൻ ചിന്തിച്ചു. സ്തോത്രം. കാരണം എന്താണ്? ഇനി അവൾക്കൊരു ലോക അപവാദം വരണ്ടെന്ന് ചിന്തിച്ചു. നല്ല കാര്യം ചിന്തിച്ചു. പക്ഷേ ആ നല്ല കാര്യം വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നാം ഒറ്റപ്പെട്ടു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ അവിടെ എല്ലാം അത് യോസേഫിനെ പോലെയുള്ള ആളുകൾ അതേസമയം അവരോട് ദൂതനെ അയച്ച് കർത്താവ് ഹല്ലേലൂയ അവനോട് പറഞ്ഞു, നീ അവളെ വിട്ട് കളയാൻ പാടില്ല, അവളെ നീ ചേർക്കണം. സ്തോത്രം. ദൂതനെ അയച്ചുകൊണ്ടാണ് അത് സംഭവിച്ചത്, അല്ലെങ്കിൽ യോസേഫ് മാറിപ്പോയനെ. പക്ഷെ ദൈവം വെച്ച അതേ മനുഷ്യനാണ് ആര്? യോസേഫ്. മറിയയ്ക്ക് വേണ്ടി ദൈവം വെച്ചത് യോസേഫ് ആയതുകൊണ്ട് അവൻ്റെ നിരൂപണം ദൈവം അറിഞ്ഞ് ദൂതനെ അയച്ച് അതേ ആ പ്രവൃത്തി പൂർത്തീകരിപ്പാൻ ഹല്ലേലൂയ യോസേഫ് പിന്നെ ഹല്ലേലൂയ മറിയയെ ചേർത്തുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അവരുടെ കുടുംബജീവിതം നയിച്ച് ഓർത്തിനാൻ ദൈവത്തെ. അപ്പോൾ അവിടെ പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ് ഹല്ലേലൂയ അതേ എന്താണ് അവൻ പ്രൈസ് ദി ലോർഡ് മനുഷ്യൻ്റെ നിരൂപണം അറിയുന്ന ദൈവം, ഹല്ലേലൂയ അത് അറിയിക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നത്. പിന്നെ പറയാണ് പ്രഭാതത്തെ സ്തോത്രം അതേ അന്ധകാരമാക്കുന്ന ദൈവം. പ്രഭാതത്തെ അതേ ഒരു നിമിഷം കൊണ്ട് അന്ധകാരമാക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മറുവശം സ്തോത്രം അന്ധകാരത്തെ പ്രഭാതമാക്കുവാനും അതേ ശക്തിയുള്ള അതേ കഴിവുള്ള കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. അത് ദൈവമക്കൾ. അതുകൊണ്ട് സ്തോത്രം ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ശക്തീകരിക്കും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. അത് നമ്മിൽ ഉള്ളവൻ, നമ്മോട് കൂടെ ഉള്ളവൻ അത് മറ്റുള്ളവരെ കാട്ടും അത് ബലവാനാകിയാൽ, അതേ സമയം ഭയങ്കരനാകിയാൽ, അവൻ ശക്തിയുള്ളനാകിയാൽ, അവനൊരു സൈന്യമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അവന് സ്വന്തം സഹായിപ്പാൻ ഒരു സൈന്യം വേണ്ട, പക്ഷെ അവനുള്ളിൽ തന്നെ അവൻ ഒരു സൈന്യമാകുന്നു. കർത്താവിനെ സഹായിക്കാൻ ഒരു സൈന്യം വേണ്ട, പിന്നെയോ കർത്താവ് തന്നെ ഒരു സൈന്യമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? ബാക്കിയെല്ലാവരും അവനെ സഹായിക്കാൻ വേണ്ടിയുള്ളവരാ. അത് കെരൂബായിക്കോട്ടെ, ദൂതന്മാരായിക്കോട്ടെ, സറാഫ് ആയിക്കോട്ടെ, അവരെല്ലാം സൃഷ്ടികളാണ്. സ്തോത്രം. അവരെല്ലാവരെയും ദൈവമാണ് നിയന്ത്രിക്കുന്നത്. സ്തോത്രം. ആ ഒരു കർത്താവിനെ അതേ അറിയുവാനും സ്വീകരിപ്പാനും സ്തോത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് വേലയിലായി തീരുവാൻ കർത്താവ് നമ്മളോട് കാണിക്കുന്ന കരുണയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഈ കുടുംബത്തിലും അതേ ആ 2 മക്കൾക്ക് സ്തോത്രം കർത്താവിനെ വേലയ്ക്ക് വേണ്ടി സമർപ്പിപ്പാൻ, ചെറുപ്രായത്തിൽ വിശ്വാസം വരുവാൻ കർത്താവിനെ സമർപ്പിപ്പാൻ കർത്താവിനെ സാവകാശങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നത്. പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങൾ വന്നപ്പോൾ അന്യമൂലം ഒത്തിരി പ്രയാസങ്ങളുണ്ട്. വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് പോയി വേല ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സ്തോത്രം മാത്രമല്ല എവിടെ പോയാലും ഇന്ന് പോയ സഭയിലും പറഞ്ഞു കർത്താവിൻ്റെ കൂട്ടുവേലക്കാരാ. ആ ഒരു പദവി അല്ല ഭാഷ കൂട്ടുവേല, ആ ഒരു പദവി ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, അമേരിക്കയിൽ പ്രസിഡന്റാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്തോത്രം. അയാൾക്ക് പോലും ഇല്ല ആ കസേരയിൽ വേറെ ഒരു മനുഷ്യനെയും പുള്ളി ഇരുത്തൂല്ല, ആ കസേര ഇരിക്കാനും പറ്റില്ല. പക്ഷെ ദൈവം പറയാണ് നിങ്ങൾ എൻ്റെ കൂട്ടുവേലക്കാർ. ദൈവത്തിൻ്റെ കൂടെയുള്ള ആ ഒറ്റ അതേ റോയിൽ. അപ്പോൾ സ്ഥലം എവിടെ വെച്ചാൽ സ്വർഗത്തിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ ദൈവത്തിനോട് കൂടെ നിന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മോട് കൂടെ അതേ വന്ന് പ്രവർത്തിക്കുന്ന അനുഭവങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം കൂടി വായിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് വെളിപ്പാട് 12-ാം അധ്യായത്തിന് 12-ാം വാക്യം പറയുന്നത് ഹല്ലേലൂയ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, ഹല്ലേലൂയ സാത്താന് പിശാന് അവന് അല്പസമയമേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. വെളിപ്പാട് 12:12. ആനന്ദിപ്പിൻ ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. പിശാച് തനിക്ക് അല്പകാലത്തേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. ഇത് പഴയ നടക്കാൻ പോകുന്ന സംഭവം ആണെങ്കിൽ ഇപ്പോഴും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മഹാക്രോധത്തോടെ. എത്രത്തോളം മഹാക്രോധന്റെ അളവ് ഒരു പാസ്റ്ററെ കൊല്ലുവാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ മക്കളെ നശിപ്പിക്കുവാൻ, സഭയെ തകർക്കുവാൻ, വിശ്വാസികളെ തകർക്കുവാൻ, കൊല്ലുവാൻ അവൻ ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പല കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രത്തോളമാണ് മഹാക്രോധം. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. സ്വതം കൈനിൽ തുടങ്ങിയതാണ്. പ്രൈസ് ദി ലോർഡ്. അന്ന് മുതൽ അത് കൈൻ ഹാബേലിനെ കൊന്ന നിമിഷം മുതൽ ആരംഭിച്ച അവൻ്റെ മഹാക്രോധം. അതുമേ ജയം സ്വതം ദൈവസഭ പ്രാപിക്കാൻ വേണ്ടിയാണ് ആത്മാവിൻ്റെ ശക്തി നമുക്ക് നൽകിയിരിക്കുന്നത്. അവന് അല്പസമയമേ ഉള്ളൂ, നമുക്ക് ഒട്ടുമില്ലാന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മളെയും മറ്റുള്ള എല്ലാ സകല കർത്തദാസന്മാരെയും ദൈവസഭയെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും സഹകരിച്ചുകൊണ്ടും സമയം നൽകിയ ദൈവദാസനോട് നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനേറ്റം വളഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവൻ
കാര്യം നടത്തി തരും. കണ്ണുനീ താഴ്വരയിൽ ഞാനേറ്റം വളർന്നിടുമ്പോ കണ്ണുനീർ വാർത്തവനെ കാര്യം നടത്തി തരും. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ആമേൻ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ഈ ലോകം പകച്ചിടട്ടെ, ഈ ലോകം പകച്ചിടട്ടെ, ശോധന തേരുകിടട്ടെ, ഗോഗോഥാസനത്തെ. ഈ ലോകം പകച്ചിടട്ടെ, ഈ ലോകം പകച്ചിടട്ടെ, ശോധന തേരുകിടട്ടെ, ഗോഗോഥാസനത്തെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ൂരിരുൾ പാതയതോ ആമേൻ ശോധനയോ കൂരിരുൾ നേരമതേ നീനക്കായി കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂരിരുൾ നേരമതേ നീനക്കായി നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കരമറ്റ് കർത്താവിനെ സ്തുതിച്ചാട്ടെ പ്രിയപ്പെട്ട. ഹല്ലേലൂയ. നല്ല വചനങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു.